ഹായ് എവ്രിവൺ. അപ്പോൾ നമ്മൾ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 6ാമത്തെ ക്ലാസ് ആണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ SCRT ബുക്ക് തന്നെയാണ്. 7ാം ക്ലാസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 7ാം ക്ലാസ്സിലെ SCRT ബുക്കിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, അതുപോലെ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ചിലർ അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ലിങ്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രശ്നം കാണുന്നില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് മാത്രം ഉള്ളതാണോ അതോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ എന്നൊന്ന് പറയുക. ഓക്കെ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൈസൂർ ഏത് യൂറോപ്യൻ ശക്തിയുടെ അധീനതയിലായിരുന്നു? മൈസൂർ എന്ന് പറയുന്നത് ഏത് യൂറോപ്യൻ ശക്തിയുടെ അധീനതയിലായിരുന്നു എന്നാണ് ചോദിച്ചത്. ആൻസർ എന്താണ് വരിക? ബ്രിട്ടീഷ് എന്നതാണ് ആൻസർ, അല്ലെ? ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു മൈസൂർ. ഓക്കെ, മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടിപ്പു സുൽത്താൻ മരണപ്പെട്ട യുദ്ധം. ടിപ്പു സുൽത്താൻ മരണപ്പെട്ടത് ഏത് യുദ്ധത്തിലാണെന്നാണ് ചോദിച്ചത്. ഏത് യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ മരണപ്പെട്ടത്? 4ാം മൈസൂർ യുദ്ധത്തിലാണ്. ഓക്കെ, 4 മൈസൂർ യുദ്ധങ്ങളാണ് നടന്നത്. 4ാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ മരണപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈസൂർ ആധിപത്യത്തിലാക്കാൻ ബ്രിട്ടീഷുകാർക്ക് എത്ര യുദ്ധങ്ങൾ വേണ്ടി വന്നു? നമ്മൾ പറഞ്ഞതാണ് 4ാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ മരണപ്പെട്ടത്, അല്ലെ? അതോടുകൂടിയാണ് ബ്രിട്ടീഷുകാർ മൈസൂർ പിടിച്ചെടുത്തത്. അപ്പോൾ 4 യുദ്ധങ്ങൾ എന്ന് കൊടുക്കാം. ഓക്കെ, 4 യുദ്ധങ്ങളാണ് മൈസൂർ ആധിപത്യത്തിലാക്കാൻ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വന്നത്. 4 യുദ്ധങ്ങളാണ് എന്ന് ഓർത്തു വെക്കുക. ഇതെല്ലാം നമ്മൾ ചാപ്റ്റർ വൈസ് പഠിച്ചതാണ്, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചതാണ്. യൂറോപ്യൻ ശക്തികളുടെ വരവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈസ്രോയിമാരെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോഡുകൾ ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം പഠിച്ചവർക്ക് ഇതെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ ഓർത്തു വെക്കാൻ പറ്റും. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ഇവിടെ വെറും ചോദ്യം ഉത്തരമാകുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഹിസ്റ്ററി പ്ലേലിസ്റ്റിൽ പോയതാണെങ്കിൽ അവിടെ എല്ലാം ഉണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻസിന്റെ വരവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗവർണർ ജനറൽമാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം കോഡുകളെല്ലാം ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. അത് കാണാത്തവർക്ക് അത് കാണാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ് എന്നാണ് ചോദിച്ചത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. ഓക്കെ, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണെന്ന് ഓർത്തു വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? ഇത് നമ്മൾ കോഡ് ഉപയോഗിച്ച് ഗവർണർ ജനറൽമാരെ കുറിച്ചും വൈസ്രോയിമാരെ കുറിച്ചും പഠിച്ചപ്പോൾ പഠിച്ച കാര്യമാണ് സൈനിക സഹായ വ്യവസ്ഥ. ആരാണ്? വെല്ലസ്ലി ആണ്, അല്ലെ? വെല്ലസ്ലി ആണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആര്? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസിയാണ്, അല്ലെ? ഡൽഹൌസിയാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. ഇനി നെക്സ്റ്റ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ച നാട്ടുരാജ്യം ഏത്? സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ച നാട്ടുരാജ്യം ഏതാണ്? ഹൈദരാബാദാണ്. ഓക്കെ, ഹൈദരാബാദാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത്. ഹൈദരാബാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും വഴി പിടിച്ചെടുത്ത സ്ഥലം. ബക്സാറിന്റെ സ്പെല്ലിംഗ് ഇവിടെ തെറ്റുണ്ട്. അപ്പോൾ പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും വഴി പിടിച്ചെടുത്ത സ്ഥലം ഏതാണ്? ബംഗാളാണ്. ഓക്കെ, ആൻസർ ബംഗാൾ എന്നതാണ്. ബംഗാളാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും വഴി പിടിച്ചെടുത്ത സ്ഥലം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് ഏതാണ്? ഉദയ്പൂരും നാഗ്പൂരുമാണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഝാൻസി എന്നതാണ്. ഓക്കെ, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി, സംബൽപൂരും സത്താറയുമാണ് മൂന്നാമത്തെ ഓപ്ഷൻ. ഇവിടെ ആൻസർ വരുന്നത് ഇവയെല്ലാം എന്നതാണ്. ഇവയെല്ലാം, ഈ സ്ഥലങ്ങളെല്ലാം ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഇവയെല്ലാം എന്നതാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മറാത്ത യുദ്ധത്തിലൂടെ പിടിച്ചെടുത്ത സ്ഥലം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മറാത്ത യുദ്ധത്തിലൂടെ പിടിച്ചെടുത്തത് ഏതാണ്? മറാത്ത തന്നെയാണ്. ഓക്കെ, മറാത്ത തന്നെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മറാത്ത യുദ്ധത്തിലൂടെ പിടിച്ചെടുത്ത സ്ഥലം മറാത്ത. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നഗോഡകൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരാണ്. ഓക്കെ, ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരാണ് നഗോഡകൾ എന്നറിയപ്പെടുന്നത്. നഗോഡകൾ എന്നറിയപ്പെടുന്നത് ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരെയാണ്. ഇനി നെക്സ്റ്റ്, ജമീന്ദാരികൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ജമീന്ദാരികൾ എന്നറിയപ്പെടുന്നത് നികുതിപ്പണം പിരിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച ഇടനിലക്കാരെയാണ്. ഓക്കെ, നികുതിപ്പണം പിരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നിയമിച്ച ഇടനിലക്കാരെയാണ് നമ്മൾ ജമീന്ദാരികൾ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷമാണ് ചോദിച്ചത്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷമാണ് 1853 ഏപ്രിൽ 16 ഓക്കെ, 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത്. 1853 ഏപ്രിൽ 16. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് ഏത് വർഷമാണ് എന്നാണ് ചോദിച്ചത്. കേരളത്തിൽ ഏത് വർഷമാണ്? 1861. ഓക്കെ, 1861 മാർച്ചിലാണ് കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയത്. എവിടെ തൊട്ട് എവിടെ വരെ? ബേപ്പൂര് തൊട്ട് തിരൂര് വരെ അല്ലെ. ബേപ്പൂര് തൊട്ട് തിരൂര് വരെയാണ് 1861 മാർച്ച് മാസത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് എവിടെ തൊട്ട് എവിടെ വരെയാണ് എന്നാണ് ചോദിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് ബോംബെ തൊട്ട് താനെ വരെയാണ്. ബോംബെ തൊട്ട് താനെ വരെയാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത്. കേരളത്തിൽ ബേപ്പൂര് തൊട്ട് തിരൂര് വരെയാണ്. ഇന്ത്യയിലാണ് ചോദിച്ചെങ്കിൽ ബോംബെ തൊട്ട് താനെ വരെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബംഗാളിൽ സന്യാസി കലാപം അഥവാ ഫക്കീർ കലാപം ആരംഭിച്ച നൂറ്റാണ്ടാണ് ചോദിച്ചത്. ഏത് നൂറ്റാണ്ടിലാണ് ബംഗാളിൽ സന്യാസി കലാപം അല്ലെങ്കിൽ ഫക്കീർ കലാപം ആരംഭിച്ചത് എന്നാണ് ചോദിച്ചത്. ആൻസർ 18ാം നൂറ്റാണ്ട് എന്നതാണ്. ഓക്കെ, 18ാം നൂറ്റാണ്ടിലാണ് ബംഗാളിൽ സന്യാസി കലാപം അല്ലെങ്കിൽ ഫക്കീർ കലാപം എന്നറിയപ്പെടുന്ന സന്യാസി കലാപം ആരംഭിച്ചത്. ഓക്കെ, 18ാം നൂറ്റാണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട നൂറ്റാണ്ട് ഏതാണെന്നാണ് ചോദിച്ചത്. മലബാറിലാണെങ്കിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് 19ാം നൂറ്റാണ്ടിലാണ്. ഓക്കെ, 19ാം നൂറ്റാണ്ടിലാണ് മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. 19ാം നൂറ്റാണ്ട്. ഇനി നെക്സ്റ്റ്, ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ മറാത്തയിലെ ഗോത്രവർഗക്കാർ. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ മറാത്തയിലെ ഗോത്രവർഗക്കാർ ആരാണ്? ബീലുകളാണ്. ബീലുകളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ മറാത്തയിലെ ഗോത്രവർഗക്കാർ. ആരാണ്? ബീലുകൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ അഹമ്മദ് നഗറിലെ ഗോത്രവർഗക്കാർ. അഹമ്മദ് നഗറിലെ ഗോത്രവർഗക്കാർ ആരാണ്? കോലികളാണ്. ഓക്കെ, കോലികളാണ് അഹമ്മദ് നഗറിലെ ഗോത്രവർഗക്കാർ. നെക്സ്റ്റ്, ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ ഛോട്ടാ നാഗ്പൂരിലെ ഗോത്രവർഗക്കാർ ആരാണ്? ഛോട്ടാ നാഗ്പൂരിലെ ഗോത്രവർഗക്കാർ എന്ന് പറയുന്നത് കോളുകളാണ്. കോളുകൾ ആണ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ ഛോട്ടാ നാഗ്പൂരിലെ ഗോത്രവർഗക്കാർ. ഓക്കെ, അപ്പം ബീലുകൾ എന്ന് പറയുന്നത് മറാത്ത, കോലികൾ എന്ന് പറയുന്നത് അഹമ്മദ് നഗർ, കോളുകൾ എന്ന് പറയുന്നത് ഛോട്ടാ നാഗ്പൂർ. ഇനി നെക്സ്റ്റ് നോക്കാം, ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ വയനാട്ടിലെ ഗോത്രവർഗക്കാർ. വയനാട്ടിലെ ഗോത്രവർഗക്കാർ ആരാണ്? നമുക്ക് പിന്നെ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. കുറിച്യർ അല്ലെ. കുറിച്യറാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ വയനാട്ടിലെ ഗോത്രവർഗക്കാർ. ഇനി നെക്സ്റ്റ്, ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ രാജ്മഹൽ കുന്നുകളിലെ ഗോത്രവർഗക്കാർ. രാജ്മഹൽ കുന്നുകളിലെ ഗോത്രവർഗക്കാരാണ്? സാന്താളുകളാണ്. ഓക്കെ, സാന്താൾമാരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ രാജ്മഹൽ കുന്നുകളിലെ ഗോത്രവർഗക്കാർ. സാന്താൾമാർ. ഓക്കെ, ഇനി നെക്സ്റ്റ്, സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആര് എന്നാണ് ചോദിച്ചത്. സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? സിദ്ധുവും കാൻഹുവുമാണ്. ഓക്കെ, സിദ്ധുവും
കാൻഹുവുമാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പൊ ഇവിടെ ആൻസർ എന്താ വരിക? ഇവർ രണ്ടും എന്നാണ് ആൻസർ വരിക. ഓക്കെ, സിദ്ധുവും കാൻഹുവുമാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. നെക്സ്റ്റ്, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് മലബാറിൽ നേതൃത്വം കൊടുത്തത് ആര്? ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് മലബാറിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? പഴശ്ശിരാജയാണ്. ഓക്കെ, പഴശ്ശിരാജയാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് മലബാറിൽ നേതൃത്വം കൊടുത്തത്. പഴശ്ശിരാജ. നെക്സ്റ്റ്, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? എല്ലാം ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. പ്രാക്ടീസ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് കൺഫ്യൂസ് ആയി പോവില്ല. ഓക്കെ, ജസ്റ്റ് കേട്ടുപോയതാണെങ്കിൽ എല്ലാം കൺഫ്യൂസ് ആയി പോകും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ചോദ്യങ്ങൾ തമ്മിലുള്ളൂ. അപ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം കൊടുത്തത് വേലുത്തമ്പി ദളവയാണ്. ഓക്കെ, വേലുത്തമ്പി ദളവയാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം കൊടുത്തത്. മലബാറിൽ പഴശ്ശിരാജയാണ്. നെക്സ്റ്റ്, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കൊച്ചിയിൽ നേതൃത്വം കൊടുത്തത് ആരാണെന്നാണ് ചോദിച്ചത്. കൊച്ചിയിൽ ആരാണ് നേതൃത്വം കൊടുത്തത്? പാലിയത്തച്ഛനാണ്. ഓക്കെ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കൊച്ചിയിൽ നേതൃത്വം കൊടുത്തത് പാലിയത്തച്ഛനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കർണാടകയിൽ നേതൃത്വം കൊടുത്തത് ആര്? ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കർണാടകയിൽ ആരാണ് നേതൃത്വം കൊടുത്തത്? കിട്ടൂർ ചിന്നമ്മയാണ്. കിട്ടൂർ ചിന്നമ്മയാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കർണാടകയിൽ നേതൃത്വം കൊടുത്തത്. കർണാടകയിൽ കിട്ടൂർ ചിന്നമ്മ, മലബാറിൽ പഴശ്ശിരാജ, തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ, കൊച്ചിയിൽ പാലിയത്തച്ഛൻ. ഓക്കെ, നെക്സ്റ്റ്, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഔദിൽ നേതൃത്വം കൊടുത്തത് ആര്? താഴെ കൊടുത്തവയിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഔദിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? രാജാ ചൈത് സിംഗ് ആണ്. രാജാ ചൈത് സിംഗ് ആണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഔദിൽ നേതൃത്വം കൊടുത്തത്. രാജാ ചൈത് സിംഗ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുനെൽവേലിയിൽ നേതൃത്വം കൊടുത്തത് ആര്? ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുനെൽവേലിയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ആണ്. വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് തിരുനെൽവേലിയിൽ നേതൃത്വം കൊടുത്തത്. അപ്പോൾ എല്ലാം പഠിച്ചു വെക്കുക, എല്ലാം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ശിവഗംഗയിൽ നേതൃത്വം കൊടുത്തത് ആര്? ശിവഗംഗയിൽ ആരാണ് നേതൃത്വം കൊടുത്തത്? മരുതു പാണ്ഡ്യനാണ്. മരുതു പാണ്ഡ്യനാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ ശിവഗംഗയിൽ നേതൃത്വം കൊടുത്തത്. മരുതു പാണ്ഡ്യൻ. ശിവഗംഗയിൽ മരുതു പാണ്ഡ്യനാണ്. തിരുനെൽവേലിയിൽ ആരാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ്. ഔദിലാണെങ്കിൽ രാജാ ചൈത് സിംഗ് ആണ്. കർണാടകയിലാണെങ്കിൽ കിട്ടൂർ ചിന്നമ്മയാണ്. ഓക്കെ, കിട്ടൂർ ചിന്നമ്മയാണ് കർണാടകയിൽ. ഇപ്പൊ നമ്മൾ ഇന്ന് 30ഓളം ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. SCRT 7ാം ക്ലാസ്സിലെ SCRT ബുക്കിൽ നിന്നുള്ള 30ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. എല്ലാം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ ചോദ്യം പോലും നിങ്ങൾ മിസ്സാക്കരുത്. അടുത്ത എക്സാമിന്, പ്രിലിംസ് എക്സാമിന് ചോദിക്കാൻ വളരെ കൂടുതൽ സാധ്യതയുള്ള ഭാഗമാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്